നമസ്കാരം. അഗ്നിപരീക്ഷ 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 എന്തോന്നടാ ഇത്? ഇതുപോലൊരു കൂറ പ്രോഗ്രാം, ഇതുപോലൊരു കൂറ ജഡ്ജസ് എൻ്റെ അമ്മയാണ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയെ ഈ വിധം വെറുപ്പിച്ച് നിങ്ങൾ പണ്ടാരടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്ന് വെറുപ്പിച്ച് പണ്ടാരടക്കിയിട്ടുണ്ട്. ഇനിയിപ്പം മെയിൻ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഒരു പക്ഷികളും കൂടി അവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യൂസ് എടുത്ത് നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഏഷ്യാനെറ്റിന്റെ വ്യൂസ് ഞാൻ ഇപ്പോൾ എടുത്ത് വെറുതെ ചെക്ക് ചെയ്ത് 10, 50, 60K ഉള്ള ഓരോരുത്തർ ഇട്ടിക്കുന്നതിൽ 12 മണിക്കൂർ മുമ്പിട്ട് 6 വ്യൂ 8 വ്യൂ. നിങ്ങളെടുത്ത് നോക്ക്, ഇതാണ് വ്യൂ. ഒരു പട്ടികൾക്കും കാണണ്ട എന്നുള്ളതാണ്. ഒരു പട്ടികൾക്ക് ഇത് കാണാൻ ഇൻട്രസ്റ്റേ ഇല്ല. അത് എങ്ങനെ ഇൻട്രസ്റ്റ് വരും എന്നുള്ളതാണ്. ഞാൻ 2 ദിവസമായി ഇതിന്റെ റിവ്യൂ ഇട്ടിട്ട് എന്ത് തേങ്ങ ഇടാനാണ്. അവിടെ നടക്കുന്ന ഒരു പ്രഹസനമാണ്. എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ആദ്യമേ ഞാൻ തന്നെ പറയാം, അവിടെ നടക്കുന്ന ഒരു പ്രഹസനമാണ്. പ്രഹസനം എന്ന് പറയാൻ കാരണം ഇവര് 5 അല്ലെങ്കിൽ 6 പേര്, എത്ര പേരാണ് ബിഗ് ബോസിനകത്തോട്ട് പോകുന്നത്, ഇത് മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച് തുണ്ട് പേപ്പർ ആർക്ക് അയച്ചിട്ട്, ഈ 3 ജഡ്ജസിനെ അയച്ചിട്ട് ഇന്നവരാണ് അതിനകത്തോട്ട് പോകുന്നത്. അവരെ തുടരുത്. എങ്ങനെയാണ്? അവരെ നിങ്ങൾ തുടരുത്, അവരെ അതിനകത്തോട്ട് കയറ്റി വിടണം. ബാക്കി നിങ്ങൾ എന്തു വേണോ ചെയ്തോ, നിങ്ങളുടെ ബോധിച്ച പാട് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഒരു ഈഗോ എല്ലാം കൂടി ചേർന്ന് വന്ന ഈഗോയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന 3 ജഡ്ജസും കൂടി ആയപ്പോ നന്നായി. എന്നുവെച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ല അവിടെ. ഈ 5 പേര് അവിടെ വരണം. അവരെ നിങ്ങൾ പുറത്ത് കളയരുത്. മനസ്സിലായോ? ബാക്കിയുള്ളത് നിങ്ങൾക്ക് തോന്നിയാസം പോലെ ചെയ്യാന്ന് വെച്ചപ്പോൾ പിന്നെ രഞ്ജിനിയാഭ എന്തോ IAS ഇന്റർവ്യൂ നടത്തുമ്പോൾ നടത്തുന്നത്. അതായത് ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇന്റർവ്യൂ ജയിച്ചു കഴിഞ്ഞാൽ IAS പിന്നീട് ജോലി കിട്ടും, അല്ലെങ്കിൽ IPS ജോലി കിട്ടും. അതിൽ ഇന്റർവ്യൂ ഇരിക്കും പോലെ ഇരിക്കുന്നത്. ഇത്തിരി വാ തുറന്ന് പറയുന്നവരെല്ലാരും പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എങ്ങനെയെന്ന് അറിയാമോ? അതായത് ഇപ്പൊ എപ്പിസോഡ് വെച്ചിങ്ങനെ വേറെ ഒന്നുമല്ല, 4 വരെ പറഞ്ഞു വിടണം. ഓക്കെ, ഡെയിലി 4 വരെ പറഞ്ഞു വിടണം. അതിന് ഈ പറയുന്ന LKGക്ക് കൊടുക്കുമ്പോഴത്തെ ഒരു ടാസ്ക് കൊടുക്കും. ടാസ്ക് കൊടുത്തിട്ട് അവസാനം ജഡ്ജസ് വന്നിരുന്ന വലിയ മറ്റവന്മാരെ പോലെ അവിടെ വന്നിരിക്കും. എന്നിട്ട് ഇതാ പറഞ്ഞു വിടുന്നു. അപ്പോ അവർക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അതിനകത്തോട്ട് കയറ്റണമെന്ന് മുമ്പേ കൂട്ടി നമ്മുടെ ബിഗ് ബോസ് മാമൻ കൊടുത്ത സംഭവം ഉണ്ടല്ലോ, അവരെന്തുകൊണ്ടായിരിക്കും 5 വരെ എടുത്തത് നിങ്ങൾ മനസ്സിലാവുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ബിഗ് ബോസിനും ഒരു തീമുണ്ട്. ആ തീമിന് അനുയോജിച്ച, അല്ലെങ്കിൽ അവിടെ വരുന്ന സെലിബ്രിറ്റിയിലുണ്ട്. ഇപ്പൊ ഇന്ന ആളെ എടുക്കുന്നവർക്ക് അറിയാലോ, ഫിക്സ് ആക്കി വെച്ചിരിക്കുന്നത്. ആ സെലിബ്രിറ്റിക്ക് ഇവിടെ നിന്ന് ഇന്ന സ്വഭാവമുള്ള ഒരാൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊരു കണ്ടന്റ് ആവും. വരുന്ന നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തീമിന് അനുയോജിച്ച് ഈ 5 പേരാണ്. ഈ 5 പേരെ നിങ്ങൾ അകത്തോട്ട് വിടുക എന്നുള്ളതാണ് എന്നാണ് ഇവരുടെ അജണ്ട. ശരി, ഓക്കെ. അപ്പോ ഈ ലാസ്റ്റ് വരെ കൊണ്ടുപോകണോടെ, ഈ ലാസ്റ്റ് വരെ നമുക്കിരുന്ന് കാണണോ, എന്തെങ്കിലും വേണോ? അവിടെ വാ തുറക്കുന്ന ഓരോരുത്തർ. ഏറ്റവും ഉദാഹരണത്തിന് പറഞ്ഞ പൂജ. എനിക്കറിഞ്ഞൂടെ എന്തിനു പറഞ്ഞു വിട്ടേന്ന്. ആ രഞ്ജിനെ അവിടെ കിടന്ന് അട്ടഹസിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്തിനു ഓവറാണ്. എന്നാൽ അവളെ ഒരു ബ്രൈറ്റ് ഞാൻ കണ്ടു, അവൾക്കത് അഹങ്കാരമാണ്, അവൾക്കത് വേണ്ടത് എന്നു. ഇതിനെയും കാട്ടി വൻ അഹങ്കാരം കാണിച്ചവളാണ് നീ. ഇതിനെയും കാട്ടി മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ നിന്നത്. അത്രയും ഒരു 50 ദിവസം എന്തുവാണ് നിന്നതാണ് എൻ്റെ ഓർമ്മ. ഫുള്ള കണ്ടൊരു വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ 1. ഓക്കെ, ആ സമയത്ത് താങ്കളുടെ അഹങ്കാരം കൊണ്ടാണ് നിന്നത്. അപ്പൊ സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പൊ താങ്കൾ നിങ്ങൾ എന്തിനാണ് ഇന്റർവ്യൂ എടുക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കണേ മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അടുത്ത് പിന്നീട് എന്താണ് തിരിച്ചൊന്നും പറയാൻ പാടില്ല. ഓംബ്ര എന്ന് പറഞ്ഞു സാറേ സാറേ എന്ന് വിളിച്ച അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് ഇഷ്ടമുള്ള ആരെ, അല്ലെങ്കിൽ ഇന്ന ആളെ എന്തായാലും അകത്തോട്ട് കയറ്റണം എന്നൊരാളെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ പോസിറ്റീവ് ആക്കും. അതിന് ഹായ് വെരി ഗുഡ് ചിരിച്ച് കവർ അവിടെ കിടന്നുണ്ട്. ചിരിച്ച് കവർ. ഉദാഹരണത്തിന് രാകേഷ് മോശം എന്നല്ല ഞാൻ പറയുന്നത്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവന് കാലിബ്രണ്ട് അതിനകത്ത് കയറണം, കുഴപ്പമില്ല, നമുക്ക് കണ്ടന്റ് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പുള്ളി എന്ത് പറഞ്ഞാലും ഇവിടെ പോസിറ്റീവാണ്. പുള്ളിക്ക് വേണമെങ്കിൽ ആരുടെ എന്തെങ്കിലും പറയാം, അനാവശ്യങ്ങൾ വിളിച്ചു പറയാം. പലയിടത്തും അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു നമ്മളിവിടെ അറിയുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ പോസിറ്റീവ്. ഇവർക്ക് ഇഷ്ടമില്ലാത്ത, ഇവരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, അവരൊക്കെ ഇവർ നെഗറ്റീവാണ്. ഇതുപോലെ ഒരു തൊലഞ്ഞ ജഡ്ജസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു തൊലഞ്ഞ ജഡ്ജസ്. അവിടെ ഉള്ളിൽ തമ്മിൽ ഭേദം തൊമ്മൽ എന്ന് പറയുമ്പോൾ അഖിൽമാരാറ് ഒന്നുമില്ലെങ്കിൽ അവൻ കുറച്ച് പോയിന്റ് എങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? കുറച്ച് പോയിന്റ്. ഇന്നലെ തന്നെ നടന്ന മറ്റേ എന്തൊക്കെ ടാസ്കുകളുടെ ബിഗ് ബോസിനകത്തോട്ട് പോകാൻ പോണവരുടെ കൊടുക്കുന്ന ടാസ്ക് ആണ്.
അത് എപ്പാണോ എമ്മാണോ എക്കാണോ തേങ്ങയാണോ നോക്കണം. മനസ്സിലായി? അത് നോക്കി കഴിഞ്ഞാൽ അവൻ ബിഗ് ബോസിൽ പോകാൻ അവൻ എല്ലാ കഴിവുണ്ട്, അവൻ എല്ലാ കഴിവുണ്ട്, വെരി ഗുഡ്. അവൻ അടുത്ത് വിടും. അത് ചെയ്യാത്തവൻ ശരിയാവില്ല. നിനക്ക് ഒരു കഴിവില്ല, നീ പോ. ഇതെന്തോന്നടേ ഈ ഈ നേഴ്സറി പിള്ളേർക്ക് കൊടുക്കുന്ന ടാസ്ക് കൊടുത്തിട്ടാണോ ബിഗ് ബോസിൽ പോകണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നത്? പിന്നെ പേഴ്സണാലിറ്റി എന്ത്, ഈ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്നവർ എന്ത് പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ കണ്ടത്? അന്ന് അവർ പോകുമ്പോൾ തൊട്ട് തൊഴുന്നുണ്ടോ? നിങ്ങളെ കാലിൽ വന്നിരുന്നുണ്ട് സാറേ നമോഭാഗം എന്ന് പറഞ്ഞ് തൊട്ട് തൊഴുന്നുണ്ടോ? ആയിരിക്കും. അല്ല, ഇത് ഈ പറയുന്ന രഞ്ജുനി ഇന്റർവ്യൂവിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു രഞ്ജുവിന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ആരെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നീ കുക്കായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് പറയുന്നത്, ചിലപ്പോൾ ഒരു പാർട്ട്ണറെ ആരും ആയിക്കോട്ടെ, അവരെ ഞാൻ ഇന്റർവ്യൂ എടുക്കണം. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ അടുത്ത് വിധേയത്വം കാണിച്ച് എൻ്റെ അടുത്ത് താഴ്ന്ന് കേന്ന് നിൽക്കുന്ന, എൻ്റെ കാട് വിളിക്കുന്ന, എൻ്റെ മുന്നിൽ വാലാട്ടുന്ന ഒരു പട്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതല്ല പട്ടി എന്ന് കുരച്ചു കഴിഞ്ഞാൽ നീ അഹങ്കാരി, അവൾക്ക് അഹങ്കാരമാണ്, അവളെ പോകാനുള്ളതാണ് എന്നുള്ളതാണ്. ഇല്ല, ബിഗ് ബോസിന് പിന്നെ എന്താ വേണ്ടത്? മറർ നിനക്കെങ്കിലും വാ തുറന്ന് പറഞ്ഞൂടെ? എന്തിനാണ് ഈ പറയുന്ന ആ പിന്നീട് ഈ രഞ്ജിനിയും എല്ലാം പോയിട്ട് എന്നെ ഗെയിം ചേഞ്ചർ രഞ്ജിനി, എന്റെ അമ്മോ, രഞ്ജിനി നടുക്കിരിക്കുന്നു. രഞ്ജിനി വിചാരിക്കുന്നത് രഞ്ജിനിയാണ് ബിഗ് ബോസിന്റെ മെയിൻ. രഞ്ജിനി അല്ലാതെ വേറെ പറയുന്നത് രാഹിൽമാരെ സംസാരിക്കാൻ വിടില്ല, എവിടെയും സംസാരിക്കാൻ വിടില്ല. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കടന്ന് കീറുകയും ചെയ്യും. വലിയ മറ്റവളായെന്നാണ് വിചാരം. ഒരു തേങ്ങയില്ല. മനസ്സിലായോ? നീയൊക്കെ നിന്റെയൊക്കെ ജഡ്ജസിന്റെ പ്രശ്നം കൊണ്ടാണ് ഇന്ന് ഒരൊറ്റ പട്ടികൾ ഇത് കാണാത്തത്. മനസ്സിലായോ? ഒരൊറ്റ പട്ടികൾ കാണുന്നത്. പോയി നോക്ക്, യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് റീച്ച് ഉണ്ടായിരുന്നു. ഓരോരുത്തർ ഈ കട്ടിങ് ഒക്കെ എടുത്തിട്ട് അവന്മാർ കുറച്ച് റീൽ ഉണ്ടാക്കി, അതൊക്കെ പിന്നീട് ലക്ഷങ്ങളും മില്യനൊക്കെ അടിക്കും. അതിന് ഉടനെ അവന്മാർ എന്തെന്നറിയാം, സ്ട്രൈക്ക് കൂടെ തന്നെ മാറ്റും, അതിനെ റിമൂവ് ചെയ്യും. ഇപ്പൊ ഇൻസ്റ്റയിലും ആളില്ല, ഫേസ്ബുക്കിലും ആളില്ല. നിങ്ങളുടെ തന്നെ ഏഷ്യാനെറ്റ് ഇടുന്ന ആ ഒരു റീലിൽ വരെ കാണാൻ ആളില്ല. കാരണം അതിനകത്ത് ഒന്നും ഇല്ലടേ. വന്ന 4 ടീം ഉണ്ടാക്കും. 4 ടീം ഉണ്ടാക്കാൻ 15 മിനിറ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അഗ്നി പരീക്ഷ, അതൊരു 10 മിനിറ്റ്. ടീം ഉണ്ടാക്കിയല്ലോ. ഒരു ടാസ്ക്, ഇത്ര നീളമുള്ള ഒരു ടാസ്ക്. ആ ടാസ്ക് ലെറ്റർ വായിച്ച് തീരാൻ 5 മിനിറ്റ് എടുക്കും, 5 അല്ല 10 മിനിറ്റ് എടുക്കും. എന്തൊരു ടാസ്കോ ഏതാണോ എന്തിനാണോ ടാസ്കിൽ പറഞ്ഞത്, ഓരോരുത്തരും ഓരോ ടാസ്ക് അവർക്ക് തോന്നിയതുപോലെ പറയുന്നു. ചിലത് കണ്ടവര് അതിപ്പോളെ വേണ്ട, നീ മിടുക്കണ്ട. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ പോ എന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഒരാൾ പറയുന്നു ജയിച്ചെന്ന് പറയുന്നു, മറ്റാൾ പറയുന്നു തോറ്റെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു 2 പേരെ കൊണ്ട് ലാസ്റ്റ് നിർത്തും. 2 പേരെ നിർത്തിക്കാണ്. നിനക്ക് ഇനിയും കഴിവുണ്ട് എനിക്ക് തോന്നുന്നു, നീ പോ. അവന്റെ കഴിവ് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, അവന്റെ കഴിവ് നിങ്ങൾക്ക് രഹസ്യമായിട്ട് എങ്ങനെ കാണിച്ചു തന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാനുള്ളത്. നമ്മളിവിടെ മൂഞ്ചാനല്ലല്ലോ ഇരിക്കുന്നത്, ആണോ? പ്രേക്ഷകര് മൂഞ്ചാനല്ല ഇരിക്കുന്നത്. ഇപ്പൊ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ ആണല്ലോ. ഇപ്പം ലാസ്റ്റ് നമുക്ക് നോക്കില്ല, ഇന്നലത്തെ മെനിഞ്ഞാന്ന് പൂജയും ഷ്യാമോ അങ്ങനെ ഒരു പയ്യനും കൂടി ഇരുന്നു. ഞാൻ ഷ്യാമിന്റെ ഒരു തേങ്ങ ഞാൻ കണ്ടിട്ടില്ല, ഞാനും കണ്ടില്ല, ഒരു പ്രേക്ഷകനും കണ്ടില്ല. നിങ്ങൾ രഹസ്യമായിട്ട് അവന്റെ കഴിവുകൾ എല്ലാം കണ്ടുപിടിച്ചു. അത് പിന്നെ ഷ്യാം ഓൾറെഡി അതിനകത്ത് കയറാൻ വേണ്ടി ഫിക്സ് ആക്കി വെച്ചിരുന്ന വ്യക്തിയാണോ? പക്ഷേ പൂജനെ കണ്ട്, പൂജ അഹങ്കാരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ കാണണമെന്ന്. അവളൊരു BB മെറ്റീരിയൽ ആണ് എന്നുള്ളതാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. രഞ്ജിനിയുടെ വണ്ടിയിൽ വരെ അവൾ വാ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അവൾ പറയാനുള്ളത് പറഞ്ഞിട്ടുമുണ്ട്. ഇത് നിങ്ങളുടെ ഈഗോ കാണിച്ച്, നിങ്ങളുടെ അഹങ്കാരം കാണിച്ച്, നിങ്ങളുടെ മേളിൽ നമ്മളാരോ മറ്റവളാണ് മറ്റവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നീയൊക്കെ ജഡ്ജ് ചെയ്ത് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാണാനും കൂടി തോന്നും. ഞാൻ ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ 12 മണിയുടെ കുത്തിയിരുന്ന് കാണുമായിരുന്നു. കണ്ടിട്ട് ഒരു റിവ്യൂ ഒക്കെ ഇടുന്നത് 2 ദിവസം എന്തിനും ഇങ്ങനെ കാണുന്നത്. രാവിലെ ആയിരിക്കും കാണുക, ശരി ഇത്രയല്ലേ ഉള്ളൂ, ഇത് തന്നെ നടന്നത്. ഒരു റിവ്യൂ ഇടാനോ എനിക്ക് തോന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഇതിനകത്ത് ഈ അഗ്നി പരീക്ഷ വഴി ജയിച്ചു വരുന്നവർക്ക് കപ്പടിക്കാൻ വലിയ ചാൻസസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പട്ടികളെ ഇതിൽ കാണുന്നില്ല. ഇതിൽ ആർക്ക് ഫാൻസ് വരാൻ, എങ്ങനെ ഫാൻസ് വരാൻ? ഇതുവരെക്കെങ്കിലും ഒരു ഡിബേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിബേറ്റ് വെക്കണ്ടേ? ഒരു ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ടാസ്ക് വെച്ചാലല്ലേ ഇവരുടെ ഈ പറയുന്ന പിന്നീട് സംസാരിക്കാനുള്ള കഴിവ്, സ്പോട്ടിൽ റെസ്പോൺസ് ചെയ്യാനുള്ള കഴിവ്, അതൊക്കെ തെളിയിക്കുന്ന എന്തെങ്കിലും ടെസ്റ്റ് വെച്ചോ. ഇവിടെ ഒരു LKG കൊടുക്കുന്ന ഒരു ടാസ്ക് കൊടുക്കും, എന്തരായിക്കോട്ടെ. ഇവരിങ്ങനെ വിലച്ചിരുന്ന് കുറേയൊക്കെ പിന്നീട് ന്യായം പറയും, കുറേയൊക്കെ മുട പറയും. ഞാൻ മറ്റവളായിരുന്നു മറിച്ചവളാണെന്നുള്ളത് കുറെ ഡയലോഗുകൾ അടിക്കും, കക്കാന്ന് കിടന്ന് കിണിക്കും. അവസാനം കുറെ വരെ എന്ത് ചെയ്യും, നേരത്തെ തീർത്ത് ഇത്രയും പേരാണ് ഔട്ട് ഹൗസിലുള്ളത്,
പോവാൻ പോണത് നിരത്തി നിർത്തും. ഇപ്പൊ നോക്കുമ്പോ ഇവരെ ഇഷ്ടപ്പെട്ട ആരൊക്കെ ഉണ്ട്? അവൾ എൻ്റെ അടുത്ത് മുട കാണിച്ചു, ഞാൻ ചോദിച്ചപ്പോ അവൾ തിരിച്ചു ചോദിച്ചു, ഓക്കെ അവളെ പറഞ്ഞു എന്നുള്ള ഒരു അജണ്ടയിൽ അങ്ങ് പറഞ്ഞു വിടുന്നു. ഇത്ര തന്നെ. ഇത് തന്നെയാണ് 3 ദിവസം കൊണ്ട് കിടക്കുന്നത്. എന്തൊരു ഒരു ടാസ്ക് കൊടുക്കും, കുറെ ലാസ്റ്റ് വരും, ഇവർക്ക് ഇഷ്ടമുള്ളവരെ പിടിക്കും, ഇവരടുത്ത് എതിർത്ത് പറഞ്ഞ വാ തുറന്ന് സംസാരിച്ചവരെ പറഞ്ഞു വിടും. നീയൊക്കെ കൊണ്ട് മുടിപ്പിച്ച്, മനസ്സിലായോ? മുടിപ്പിച്ച്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.